എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. രക്തചന്ദനം അതാണല്ലോ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പുഷ്പയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്നത്, അതായത് പുഷ്പ കണ്ടിട്ടുള്ള നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ, രക്തചന്ദന കടത്ത് അഥവാ രക്തചന്ദന കൊള്ള യഥാർത്ഥത്തിൽ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെയാണോ നടക്കുന്നത്, അതോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കഥ മാത്രമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തെന്നാൽ രക്തചന്ദന കടത്തിന്റെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇത് എനിക്ക് എവിടുന്ന് വിവരം കിട്ടിയെന്നല്ല, മറ്റൊന്നുമല്ല, എക്കോണമിക് ടൈംസ് പോലുള്ള മാധ്യമങ്ങളിൽ രക്തചന്ദന കടത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലയേഴ്സ് ആയിട്ട് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂസും ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് വളരെ ആധികാരികമായിട്ടുള്ളൊരു പോസ്റ്റാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്, രക്തചന്ദനത്തിന്റെ ഉയർന്ന ഡിമാൻഡിന് പിന്നിലെ കാര്യങ്ങൾ, അതിന്റെ കള്ളക്കടത്ത് ശൃംഖലകൾ, അതുപോലെ ഇത് പ്രാദേശികമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ, നാട്ടുകാരെയൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ് പോലീസ് 20 പേരെയാണ് ഒറ്റടിക്ക് നരനായായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നത് രക്തചന്ദന കടത്തിന്റെ പേരിൽ 2015 ആ ഒരു സംഭവം ഒക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. രക്തചന്ദനം, ഇതിന്റെ ശാസ്ത്രീയ നാമം ടെറോകാർപ്പസ് സന്റാലിനസ് എന്നാണ്. ഇത് തദ്ദേശീയമായി കാണപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, തദ്ദേശീയമായിട്ട് അഥവാ നേറ്റീവ് ടു ഇന്ത്യയാണ്. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ ശേഷാചലം മലനിരകൾ അഥവാ ശേഷാചലം കാടുകളിലാണ് ഇത് കാണപ്പെടുന്നത്. കൂടാതെ തമിഴ്നാടിന്റെയും അതുപോലെ കർണാടകത്തിന്റെയും ചെറിയ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ചൈന, ജപ്പാൻ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ കൃഷി ചെയ്യുന്നത്, വളരെ കുറച്ച് കൃഷി ചെയ്ത് വളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ തദ്ദേശീയമായിട്ട് ലോകത്ത് ഇന്ത്യയിലേ ഉള്ളൂ. മറ്റേത് നമുക്ക് ഇവിടെ 100 ആണെങ്കിൽ അവിടെ 1% മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് രക്തചന്ദനത്തിന് ഇത്രത്തോളം വില വരുന്നത്? ഇതിന്റെ വില എത്രയാണെന്നറിയാമോ? അതായത് ലോക്കൽ മാർക്കറ്റിൽ ഇവർക്ക് ഒരു ടണ്ണിന് 40-50 ലക്ഷമാണ് കിട്ടുന്നത്. ഇനി അത് കയറ്റുമതി ചെയ്യുവാണെങ്കിൽ, അതായത് കരിഞ്ചന്തയിൽ ബ്ലാക്ക് മാർക്കറ്റിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ടണ്ണിന് 70-80 ലക്ഷം കിട്ടുമെന്ന് ഇതിന്റെ തന്നെ സപ്ലയേഴ്സ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം വില എന്നാൽ, ഒന്നാമത്തെ കാരണം ഇതിന്റെ ലഭ്യത കുറവാണ്, റേറിറ്റിയാണ്. ലോകമെമ്പാടും ഇത്രത്തോളം രാജ്യങ്ങളുണ്ട്, പക്ഷേ അത് ലഭ്യമായിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിൽ മാത്രമാണ്, ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് അത് ലഭ്യമായിട്ടുള്ളത്. രണ്ട്, ഇത് വളരാൻ എടുക്കുന്ന സമയമാണ്. പൂർണ്ണമായിട്ട് നല്ല കാതിലുള്ള ഒരു തടി വേണമെങ്കിൽ അത് വളരാൻ ഏകദേശം 40 വർഷത്തോളം എടുക്കും, ഏറ്റവും കുറഞ്ഞത്. അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും, പക്ഷേ അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ 30-40 വർഷമെങ്കിലും അത് വളരേണ്ടതുണ്ട്. മൂന്ന്, ഇതിന്റെ ക്വാളിറ്റിയാണ്. ഫർണിച്ചർ ഉണ്ടാക്കാൻ നല്ല ടോപ്പ് തടിയാണെന്നാണ് വിദേശത്തുള്ളവരൊക്കെ പറയുന്നത്. കാരണം വിദേശത്തേക്കാണല്ലോ ഇത് കയറ്റി അയക്കപ്പെടുന്നത്, നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ കാരണം എന്തെന്നാൽ, ഇതിന് ഒന്നാമത്തത് ഹൈ ഡെൻസ് ആയിട്ടുള്ള, അതായത് അത്രത്തോളം സാന്ദ്രതയേറിയിട്ടുള്ള ഒരു തടിയാണ്. ഞാൻ പറഞ്ഞു വെള്ളത്തിൽ പോലും പൊങ്ങി കിടക്കൂല എന്നല്ലേ. അപ്പോൾ അത്രത്തോളം ഘനമുള്ള, ക്വാളിറ്റി ഉള്ള ഒരു ഫർണിച്ചർ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല റിച്ച്, ഒരു ചുമന്ന രക്തചന്ദനം എന്നാണല്ലോ പേരല്ലേ, അപ്പോൾ രക്തത്തിന്റെ കളറും ആ ഒരു ഫർണിച്ചറിനുണ്ടാകും. അത്രത്തോളം ഭംഗിയിലായിരിക്കും അതുണ്ടാകുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടും ചന്ദനത്തിന്റെ സുഗന്ധവും കാണും ആ ഒരു ഫർണിച്ചറിന്. 4, ലീഗൽ ഇഷ്യൂസ് ആണ്. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇതിന് വില അത്രത്തോളം കൂടിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതായത് നിയമപരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് രക്തചന്ദനം എന്നുള്ളതല്ലേ. വെട്ടുന്നതോ കടത്തുന്നതോ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പോലും ചാർത്തിയിട്ട് നമ്മളെ അകത്തിടാനുള്ള വകുപ്പുകളൊക്കെ ഇന്ത്യയിലുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു നിയമക്കുരുക്കുള്ളത് കാരണം അത് കൊള്ളയടിക്കപ്പെടാനും അത് മുറിച്ച് എളുപ്പത്തിൽ കടത്തപ്പെടാനും നടക്കില്ലല്ലേ. അപ്പോൾ ഈ ഒരു റിസ്ക്, അതായത് റിസ്ക് എടുത്താൽ മാത്രമേ അത് കടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഇത് കാരണം ഹൈലി ഷൂട്ട് ഔട്ട് ചെയ്യുകയാണ്. എന്തിനാണ് രക്തചന്ദനം കടത്തപ്പെടുന്നത്? അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളിലേക്കാണല്ലോ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്നത്. ഈ രാജ്യങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് കൊടുത്തിട്ട് എന്തിനിത് മേടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. എന്താണ് ഇത്ര ഡിമാൻഡ് വരാൻ കാരണമല്ലേ? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫർണിച്ചർ ഉണ്ടാക്കാൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ രക്തചന്ദനം വെച്ച് ഫർണിച്ചർ ഉണ്ടാക്കുന്ന രാജ്യം ചൈനയാണ്. കാരണം അവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, മിങ് പീരീഡ് ഫർണിച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മിങ് ഡൈനാസ്റ്റി അതോ മിങ് സാമ്രാജ്യം എന്നുള്ളത് വർഷം 1300 മുതൽ 1600 വരെ ചൈന ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യം അഥവാ മിങ് ഡൈനാസ്റ്റി അറിയപ്പെടുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ചൈനീസ് ഫർണിച്ചർ എന്നാണ്. ചൈനീസ് ഫർണിച്ചറിന്റെ സുവർണ്ണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള, അത്രത്തോളം ഭംഗിയേറിയ, അത്രത്തോളം ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 1300 മുതൽ 1600 വരെയുള്ള മിങ് ഡൈനാസ്റ്റിയിൽ അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു സ്റ്റൈൽ പിന്തുടർന്ന് രക്തചന്ദനം വെച്ച് ഉണ്ടാക്കുന്ന വലിയൊരു ട്രെൻഡ് തന്നെയുണ്ട്. ഇത് അത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ചൈനയിലെ ആൾക്കാർ, കോടീശ്വരന്മാരൊക്കെ ഇതാണ് അവരുടെ വീട്ടിൽ മേടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്തചന്ദനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചൈനയായത്. 2, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനാണ്. ഇപ്പോൾ നിങ്ങളുടെ റിച്ച് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോഴേക്കും നിങ്ങൾ തടിയിൽ കൊത്തിയിട്ടുള്ള ആനയുടെയൊക്കെ രൂപങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പ്രോപ്പറായിട്ട് കൊത്തുപണി ചെയ്തെടുക്കുന്നതാണ്. ഒരു ആശാരി ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന രൂപങ്ങൾ തന്നെയാണല്ലേ അത്. ഇനി ഫോർട്ട് കൊച്ചിയിലേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ആന്റിക് ഷോപ്പുകളുണ്ട്, അവിടെ ഇതുപോലെ തടി കൊത്തിയിട്ടുള്ള ആന, മറ്റു മൃഗങ്ങൾ, ഗണപതിയുടെ ഒക്കെ രൂപങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ പ്രൈസ് ടാഗ് നോക്കി നമ്മൾ ഞെട്ടിപ്പോവും. സാധാ തടിയാണെങ്കിലും അത്രത്തോളം വിലയാണല്ലേ അതിനുള്ളത്. അപ്പോൾ രക്തചന്ദനം വെച്ചിട്ടാണ് ആ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് എത്രത്തോളം വില വരും, ആ രൂപങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലേ. മറ്റു രാജ്യങ്ങളിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. ഇത് ആരാണ് മേടിച്ചിട്ടുണ്ടെന്ന് നോക്കുവാണെങ്കിൽ വലിയ ബംഗ്ലാവുള്ള കോടീശ്വരന്മാരൊക്കെ ഇല്ല, അത്രത്തോളം
മില്യണേഴ്സും ബില്യണേഴ്സ് ഒക്കെ ഇല്ലേ, ഇവരുടെയൊക്കെ കൊട്ടാരങ്ങളിലും ബംഗ്ലാവുകളിലും ഒക്കെ ഇവർ ഈ വലിയ ആനയൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് സാധാ തടി വെച്ചായിരിക്കില്ല, രക്തചന്ദനം വെച്ചിട്ടുള്ള ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവർ മേടിച്ചിടുകയാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളിലെ കോടീശ്വരന്മാർക്കിടയിൽ രക്തചന്ദനം വെച്ചിട്ടുള്ള ഈ കരകൗശല വസ്തുക്കൾക്ക് വലിയ ഡിമാൻഡാണ്. 3 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായത്തിലുള്ള ഉപയോഗമാണ്. നമ്മളുടെ പരമ്പരാഗത ചികിത്സ ഏതാണ്? ആയുർവേദമാണല്ലേ. ആയുർവേദത്തിൽ രക്തചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചൈനയിലും അതുപോലെ സൗത്ത് കൊറിയയിലും ഒക്കെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാ രീതികൾ കാണാൻ സാധിക്കും. അവിടെയൊക്കെ രക്തചന്ദനം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ ആയുർവേദത്തിൽ പല മരുന്നുകളും ഒക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. ഫേസ് വാഷും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ. രക്തചന്ദനം വെച്ചിട്ടുള്ള ഫേസ് വാഷും മറ്റേ സ്കിന്ന് എന്താ പറയുക ടാൻ കളയാനുള്ള ഒരുപാട് പൊടികളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പുരട്ടി കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട് രക്തചന്ദനത്തിന് വളരെയേറെ ഉപയോഗമാണുള്ളത്. 4 സാംസ്കാരിക പ്രാധാന്യമാണ്. പല രാജ്യങ്ങളിലെയും മതപരമായിട്ടുള്ളതും അല്ലെങ്കിൽ അവിടുത്തെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ രക്തചന്ദനം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുയിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രക്തചന്ദനം എന്നുള്ളതല്ലേ. അമ്പലങ്ങളിലേക്കും മറ്റ് പൂജാ കാര്യങ്ങളിലേക്കും ഒക്കെ രക്തചന്ദനം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ജപ്പാനിലും ഒക്കെ സമാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള സംഗീതോപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് രക്തചന്ദനം ഉപയോഗിക്കാറുണ്ട്. ജാപ്പനീസ് ട്രഡീഷണൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഷമീസൻ അതുപോലെ കോട്ടോ തുടങ്ങിയതൊക്കെ രക്തചന്ദനത്തിലാണ് പൂർണ്ണമായിട്ടും നിർമ്മിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എങ്ങനെയാണ് രക്തചന്ദന കടത്ത് ഇന്ത്യയിൽ നിന്ന് നടത്തപ്പെടുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത്, ഇതിന് എത്രത്തോളം സ്റ്റെപ്പുകളിലൂടെ പ്രോസസ്സുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. ഇവിടെ പറയാൻ പോകുന്നതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്കോണമിക് ടൈംസ് ഇതിന്റെ സപ്ലയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ട് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആധികാരികമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. രക്തചന്ദന കടത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്നാൽ ഓർഡറാണ്. അതായത് ആരെങ്കിലും ഓർഡർ തന്നാൽ മാത്രമാണ് മരം മുറി അഥവാ ഒരു ബാക്കി പ്രോസസ്സുകളിലേക്ക് പോവുക. അല്ലാതെ വെറുതെ ഈ സംഘം ചെന്ന് മരം മുറിക്കുന്ന ഒരു കാര്യമില്ല. ഓർഡർ കൊടുക്കണം അല്ലേ. അപ്പോൾ ആരാണ് ഓർഡർ കൊടുക്കുന്നത് നോക്കുവാണെങ്കിൽ ചൈന, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള വ്യക്തികളോ കമ്പനികളോ ആയിരിക്കും ഓർഡർ കൊടുക്കുന്നത്. ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചില സപ്ലയേഴ്സ് ഉണ്ട്. അവർ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശ്, ഡൽഹി, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉള്ളത്. അത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഉള്ളത്. അപ്പോൾ വിദേശത്തുള്ള ഓർഡർ കൊടുക്കുന്ന വ്യക്തി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് ഈ സപ്ലയറിനെ മാത്രമാണ്. വളരെ ചുരുക്കം ചിലരാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ എക്കോണമിക് ടൈംസ് ഇന്റർവ്യൂ ചെയ്യുന്ന ഈ 60 വയസ്സുള്ള മനുഷ്യൻ ഇന്ത്യയിലെ ഒരു സപ്ലയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നതല്ലേ. അങ്ങനെ ഈ സപ്ലയറിനെ കോൺടാക്ട് ചെയ്ത് അവിടെ ഇവർ ഡീൽ ഉറപ്പിക്കുകയാണ്. ഈ ഡീലിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സപ്ലയർ ആണ് കേട്ടോ. കോടികളാണ് സപ്ലയറിന്റെ ലാഭം എന്ന് പറയുന്നത്. ഒറ്റ ഡീൽ കൊണ്ട് ലൈഫ് സെറ്റിലാണ്. എല്ലാവരുടെയും ലാഭകണക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം അല്ലേ. ഏറ്റവും മുകളിലുള്ളവൻ താഴെക്കടയിലുള്ളവന്റെ ഒക്കെ ലാഭം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും രണ്ടുപേരും തമ്മിൽ ഡീൽ ഉറപ്പിച്ചു. ഇനി മൊത്തം കളി വരുന്നത് ഇന്ത്യയിലാണ്. ഈ സപ്ലയർ നേരെ കോൺടാക്ട് ചെയ്യുന്നത് ഏജന്റിനെയാണ്. ഏജന്റ് എന്ന് പറയുന്നത് ചിറ്റൂരിലോ തിരുപ്പതിയിലുള്ള ഒരു ലോക്കൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഈ ഏജന്റിനെ കോൺടാക്ട് ചെയ്ത് പറയും ഒരു 20 ടണ്ണിന്റെ ഓർഡറാണ് നമുക്ക് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറയും. ഏജന്റിന്റെ കീഴിൽ സബ് ഏജൻസ് ഉണ്ടാകും. അവിടുന്ന് വേറെ താഴത്തെ ആൾക്കാരുണ്ട്. ഏജന്റ് നേരെ സബ് ഏജന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. സബ് ഏജന്റ് ആണ് മരം മുറിക്കുന്ന ആൾക്കാരെ സെറ്റ് ചെയ്യുന്നത്. അതായത് സാധാരണ മരം വെട്ടുകാരുണ്ടല്ലോ, നാട്ടുകാരായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, ഇവരെ കാര്യങ്ങൾ അറിയിക്കും. ഒരു 100, 150, 200 പേരൊക്കെയാണ് ഒറ്റ ട്രിപ്പിന് എടുക്കാറുള്ളത്. പണ്ട് വീരപ്പൻ്റെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തികളും അവരുടെ തലമുറക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് പെടുന്നുണ്ട്. അപ്പോൾ 2004 വീരപ്പനെ പോലീസ് വേട്ടയാടി കൊന്നു. അപ്പോൾ ഇവർക്ക് പണിയില്ലാണ്ടായി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു മാധ്യമത്തിന്റെ പേജിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കാര്യങ്ങൾ സബ് ഏജന്റ് വരെ എത്തി. സബ് ഏജന്റ് ആൾക്കാരെ സെറ്റാക്കുന്നു, മരം വെട്ടുകാരെ സെറ്റാക്കുന്നു. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള സപ്ലയർ ഉണ്ടാക്കുന്നത് 2.5 കോടി മുതൽ 5 കോടി വരെയാണ് ഒറ്റ ഡീൽ കൊണ്ട്. ഇനി തൊട്ട് താഴത്തുള്ള ഏജന്റ് ഉണ്ടാക്കുന്നതാകട്ടെ 2000-3000 രൂപ മാത്രമാണ്. സബ് ഏജന്റ് ഉണ്ടാക്കുന്നത് വെറും 1000 രൂപ മാത്രമാണ്. അപ്പോൾ അതിന്റെ ഹൈറാർക്കി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഏറ്റവും മുകളിലുള്ളവൻ കോടികളാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ പോലും അത് ആയിരങ്ങളിലേക്ക് മാത്രമാണ് ഒതുങ്ങുന്നത്. എന്തായാലും 100 മുതൽ 200 പേരടങ്ങുന്ന മരം വെട്ടുകാരുടെ സംഘവുമായിട്ട് ഇവർ കാട്ടിലേക്ക് പോവുകയാണ്. ഇനി മരം വെട്ടുകാർ എത്രയാണ് നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കഷ്ടമാണ്. അതായത് 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പായിരിക്കും. അത്രത്തോളം തടികൾ വെട്ടാനുണ്ട്. കാടുകളിലാണ് തിരിച്ച്, അതായത് ഇവിടുന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ എത്താനുള്ള ഒരു ഡേ ആണ് 10-15 ദിവസം എന്നുള്ളത്. ഇത്രയും ദിവസം അവർ കഷ്ടപ്പെട്ട് പണിയെടുത്താലും അവർക്ക് കിട്ടുന്നത് വെറും 1000 രൂപയാണ് പെർ ഹെഡ്. ഒരു തലയ്ക്ക് 1000 രൂപ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക, എത്രത്തോളം മുതലെടുക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലേ. പോകുന്നത് 100 പേരാണെങ്കിലും അതിലെല്ലാവരും മരം വെട്ടാനല്ല പോകുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു 20 പേര് മാത്രമായിരിക്കും ചന്ദനം വെട്ടുന്നത്, രക്തചന്ദനം വെട്ടിയിടുന്നത്. മറ്റു ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും എന്താണ്, വാച്ച് ചെയ്യണമല്ലേ. അതായത് മറ്റ് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് കാവലൊരുക്കണമല്ലേ. ഇവർ മറ്റ് പല ഭാഗങ്ങളിലായിട്ട് നിന്ന് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ കൊടുക്കുകയും ഒളിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ചെയ്യുന്നത് വന്യമൃഗങ്ങൾ, ഏറ്റവും പ്രശ്നമുള്ളതാണ്, ഉൾക്കാടാണ്.
കാട്ടാനകളും കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ ഉണ്ടാകും. അതുപോലുള്ള വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം കൊടുക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ അവിടെ ഈ പന്നിയൊക്കെ വെടിവെക്കാനുള്ള തോക്കൊക്കെയുള്ള ലൈസൻസ് ഒക്കെ ഉള്ളവരുണ്ട്. ഇവരൊക്കെ ആയിരിക്കും അതിന് പ്രധാനമായിട്ടും ഉള്ളത്. മൂന്നാമത്തെ ഒരു ടീം പാചകം ചെയ്യണമല്ലേ. ഇവർ ഇത്രയും ദിവസം കാട്ടിലാണ്, പാചകം കൃത്യമായിട്ട് ചെയ്യണം. മറ്റൊരു ടീം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടും. അങ്ങനെ ഓരോ സെറ്റായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇത്രയും ദിവസത്തോളം പാചകം ചെയ്ത് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഇവർ എടുത്തിട്ടുണ്ടാവും. ഇനി ചില ദുരന്തങ്ങൾ ഇതിനിടയിൽ സംഭവിക്കാറുണ്ട്. ഒന്നാമത്തത് ഈ കാട്ടാന പോലുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽപ്പെട്ട് ജീവൻ പൊലിയാറുണ്ട് ഇവർക്ക്. പെട്ടെന്ന് കാട്ടാനയോ കാട്ടുപോത്തോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഉറക്കമായിരിക്കാം, അങ്ങനെ ആക്രമിച്ചു കൊന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വന്യജീവികൾ വരുമ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. കൊടുങ്കാടാണ്, എങ്ങോട്ടൊന്നില്ലാതെ ഓടേണ്ടി വരുമല്ലേ. അങ്ങനെ വഴിതെറ്റിപ്പോയിട്ട് വെള്ളവും ഭക്ഷണം കിട്ടാതെ മരിച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെ ഈ ദൗത്യത്തിനിടെ ഏതെങ്കിലും മരം വെട്ടുകാരൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലയർ അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും. അദ്ദേഹത്തിന്റെ ശാപമൊന്നുമില്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ഒരു സൽക്കർമ്മം എന്നുള്ള രീതിയിലാണ് ഈ 5 ലക്ഷം രൂപ ഒരു ഇൻഷുറൻസ് പോലെ കൊടുക്കുന്നത്. ഇവിടെ ഏജന്റ് എന്നുള്ളത് അതാത് പ്രദേശങ്ങൾ, അതായത് തടിവെട്ടാൻ പോകുന്ന പ്രദേശങ്ങളിലെ ലോക്കലായിട്ടുള്ള അവിടുത്തെ തന്നെ ഉള്ള വ്യക്തികളാണ്. അവിടെ കുറച്ച് മെയിൻ ആയിട്ടുള്ള, അതായത് നമ്മൾ പറയാറില്ലേ, നമ്മുടെ നാട്ടുകളിലെല്ലാം തന്നെ ചില വ്യക്തികൾ കാണും. ഞാനറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും അനങ്ങൂല്ല. ആ നാട്ടിലെ കുറച്ച് റോള് കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മസിൽ മാൻ, ആ ഒരു ടൈപ്പ് ആൾക്കാരായിരിക്കും. ഇവിടെ 2000-3000 രൂപയാണ് ഇവർ ഏൺ ചെയ്യുന്നത്. ഇനി മറ്റൊരു ചിലവ് വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏജന്റ് കൂടാതെ ഈ വെട്ടാനുള്ള കാടുകളുണ്ടല്ലോ, ഈ കാടുകളിലേക്ക് കയറുന്നത് കൊച്ചു ഗ്രാമങ്ങൾ വഴിയാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള ഗ്രാമത്തലവന്മാരുണ്ടാകും. അപ്പോൾ അവർ പറയും ഇവിടെ കൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരണമെന്ന് പറയും. ഗ്രാമത്തലവന്മാർ യൂഷ്വലി പൊതുവെ പ്രായം ചെന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്കും കൊടുക്കണം ഒരു 1000-2000 രൂപയൊക്കെ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഇതൊക്കെ നടക്കുമോ? പുഷ്പയിൽ കാണിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ? അതായത് ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. അത്രത്തോളം കൈക്കൂലിക്ക് അടിമപ്പെട്ടിട്ടുള്ള, അത്രത്തോളം ഒരു പരാജയപ്പെട്ട സിസ്റ്റമുള്ള ഒരു രാജ്യമാണെന്ന് കൂടി ഓർക്കണം. അതായത് കൃത്യമായിട്ട് കൈക്കൂലി കൊടുത്താൽ മാത്രമേ തടിവെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും വിഷയമെന്ന് ഊഹിക്കാൻ തന്നെ ഉള്ളല്ലേ. അതായത് ഒരു ബീറ്റ് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ചർ, വാച്ചർ, ഗാർഡ്, ഈ ഇത്രയും വരുന്ന വ്യക്തികളുണ്ടാകും. ആ ഒരു പ്രദേശത്തെ മേൽനോട്ടമുള്ള വ്യക്തികളാണ്. ഇവർക്കെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ട്രിപ്പിന് 40,000 രൂപയാണ്, ഏറ്റവും കുറഞ്ഞ 40,000 രൂപയാണ് കൈക്കൂലി കൊടുക്കേണ്ടത്. അതായത് കാടിനെയും ഈ രക്തചന്ദ്രത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ചിട്ട് ഇവർക്ക് കൂട്ടുനിൽക്കുന്ന, ഒത്താശ ചെയ്യുന്ന അത്രത്തോളം സങ്കടകരമായിട്ടുള്ള, വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ആവശ്യത്തിനനുസരിച്ചുള്ള രക്തചന്ദ്രൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് കാടാണല്ലോ, അങ്ങോട്ട് വണ്ടികളൊന്നും പോകില്ല. അപ്പോൾ ഈ തടികളെല്ലാം മുറിച്ച് കഴുതപ്പുറത്തോ അല്ലെങ്കിൽ കാളവണ്ടിയിലോ ഒക്കെ ആയിട്ട് ഏറ്റവും പരന്നൊരു പ്രദേശത്തേക്ക് കൊണ്ടുവരും. വണ്ടി മോട്ടോർ റോഡുള്ള ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഇവരെ ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഗ്രാമത്തിൽ അവർ കുറ്റിക്കാടുകളിലും ചില വീടിന്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഇത് ഒളിപ്പിക്കുകയാണ്. അങ്ങനെ ഒളിപ്പിക്കുന്നതിനും കമ്മീഷൻ കൊടുക്കണം അവർക്ക്, ആ ഒരു ഗ്രാമത്തിലുള്ള വ്യക്തികൾക്ക്. ഒരു തടിക്ക് 50 മുതൽ 100 രൂപ വരെ എന്നുള്ള കണക്കിലാണ് ആ ഒരു വീട്ടുകാർക്കോ, ഏത് പറമ്പിലാണോ ഒളിപ്പിക്കുന്ന ആ ഒരു വീട്ടുകാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഹൈറാർക്കി ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് 2.5 കോടി മുതൽ 5 കോടി വരെയാണ് സപ്ലയർ നേടുന്നത്. സാധാരണ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കുന്നവൻ നേടുന്നത് 50-100 രൂപ മാത്രം. അതിന് പോട്ടെ, സപ്ലയറിന്റെ തൊട്ട് താഴത്തുള്ള ഏജന്റ് ഉണ്ടാക്കുന്ന എത്രയാണ്? 2000-3000 രൂപ മാത്രം. ഇതിനുശേഷം മരംവെട്ടുകാരന്റെ തലവനുണ്ടല്ലോ, ഇവർ സപ്ലയറിന്റെ തന്നെ ഒരു കയ്യാളായിട്ടുള്ള വ്യക്തി ഉണ്ടാകും. ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ടാകും. അവിടെ പോയിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് സംസാരിച്ച് ഇവർക്കുള്ള കൂലിയൊക്കെ മേടിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നടക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലയറിന്റെ മറ്റൊരു ഏജന്റ് ഈ ചെറിയ കുറ്റിക്കാടുകളിലും വീടുകളിലൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള തടികളുണ്ടല്ലോ, അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം എത്ര എണ്ണമാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് ഒരു വണ്ടിയായിട്ട് വന്ന് കളക്ട് ചെയ്യാണ്. വണ്ടിയായിട്ട് കളക്ട് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ചെക്ക് പോസ്റ്റുകളാണല്ലേ. അതായത് ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റാണ് ക്രോസ് ചെയ്യേണ്ടതല്ലേ. ഈ ഗ്രാമം വരുന്ന ആ ഒരു കാട് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടത് 1 ലക്ഷം രൂപയാണ്. അവിടെയും ഇവർ കൈക്കൂലി മേടിച്ചിട്ട് ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇതിനെല്ലാം ഭയങ്കര സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. എന്തൊരു ഉദ്യോഗസ്ഥരല്ലേ. ഇതിനുശേഷമാണ് തടി ഒളിപ്പിക്കുന്ന പല പദ്ധതികളും വരുന്നത്. ഇപ്പോൾ പുഷ്പയെ കാണുന്ന പോലെ തന്നെ പാലുവണ്ടിയിൽ ഒളിപ്പിക്കുന്നു, മറ്റ് തണ്ണിമത്തനും കാര്യങ്ങളും ഒക്കെ വെച്ച് ഒളിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒളിപ്പിച്ച് നേരെ കൊണ്ടുപോകുന്നത് ഒരു പോർട്ടിലേക്കാണ്. അത് നടുക്കുള്ള മറ്റ് ചെക്ക് പോസ്റ്റുകളിൽ പിടിക്കാതിരിക്കാനാണ്. ഈ പോർട്ടിൽ നിന്ന് കയറ്റി അയക്കണമെങ്കിൽ കൃത്യമായിട്ട് പരിശോധന ഉണ്ടാകും. അവിടെ ഒരു കള്ളക്കളി നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പോർട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ മുംബൈ, ചെന്നൈ, അതുപോലെ ഗുജറാത്തിലെ പോർട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ പോർട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അതായത് ഡയറക്റ്റ് ഉദ്യോഗസ്ഥനല്ല, ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാർ ഡയറക്റ്റായിട്ട് കൈക്കൂലി മേടിക്കത്തില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന് ഒരു ഏജന്റ് ഉണ്ടാവും. ഒരു ടണ്ണിന് 5 ലക്ഷം എന്നുള്ള നിരക്കിലാണ് പറയുന്നത്. ചെറിയ ലോഡാണെങ്കിൽ ഇനി ഒരു പാക്കേജ് ഡീലുള്ളതായിട്ടും ഈ സപ്ലയർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് കസ്റ്റംസ് ഓഫീഷ്യൽസിന് ഒരുപാട് ലോഡ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു 5 ലക്ഷം രൂപ കൊടുത്താലും മതി എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, പോർട്ടിൽ തുറമുഖത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, കൈക്കൂലി മേടിച്ചിട്ട് ഇതെല്ലാം പ്രശ്നമില്ലാത്ത ഗുഡ്സ് ആണ് എന്നും പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കണ്ടെയ്നർ സൂക്ഷിക്കുന്നത് പ്രൈവറ്റ് വെയർ ഹൗസിലാണെങ്കിൽ അവിടെ മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കും അത് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ ഉള്ളതായിരിക്കും. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കൃത്യമായിട്ട് തുറന്ന് കാണിക്കണം എന്നുള്ള നിയമമുണ്ടല്ലേ.
അപ്പോൾ പൈസ കൊടുത്താൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ക്യാമറ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഷ്പയെ കാണുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്നറിൽ 2 സെക്ഷനായിട്ട് മുറിച്ചിട്ട് ഒരു സെക്ഷനിൽ തണ്ണിമത്തനോ മറ്റ് പേപ്പറോ പ്ലാസ്റ്റിക്കുകളോ ഒക്കെ നിറച്ചിട്ട് ആ ലോഡാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്ത് മേടിക്കുന്ന ഒരു പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ്. അങ്ങനെ കണ്ടെയ്നർ കപ്പലിലേക്ക് കയറ്റുകയും കപ്പലിൽ നിന്ന് ഇന്ത്യൻ തുറമുഖം വിടുകയാണ്. ഇന്ത്യൻ തുറമുഖം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്നത് ദുബായ്, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഹോങ്കോങ് ആ വഴിയായിരിക്കും. അങ്ങനെ ഇന്ത്യൻ തുറമുഖം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഈ ബയ്യർ ഉണ്ടല്ലോ, ആ വിദേശത്ത് നിന്ന് ഓർഡർ കൊടുത്തിട്ടുള്ള വ്യക്തിയോ കമ്പനിയോ ഉണ്ടല്ലോ, അവരുടെ ടീം ഏറ്റെടുത്തോളും. ഈ ഡീൽ കഴിയുമ്പോഴേക്കും ടോപ്പുള്ള സപ്ലയറിന്റെ പോക്കറ്റിൽ വീഴാൻ പോകുന്നത് 2.5 കോടി മുതൽ 5 കോടി വരെയാണ്. അതായത് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള വ്യക്തിയില്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ നേരിട്ട് കടന്നു വരാത്ത ഒരു കൈക്കൂലി വിഭാഗമുണ്ട്. കോടികളാണ് അവിടെ കൈക്കൂലി കൊടുക്കേണ്ടത്. മറ്റാരുമല്ല, രാഷ്ട്രീയക്കാരും പോലീസുകാരുമാണ്. ഇവർക്ക് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരാരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് പിടിക്കപ്പെടാം. അത്രയും വലിയ തടികൾ കണ്ടുകിട്ടും വലിയ പ്രശ്നമാകുമല്ലേ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് പുഷ്പയെ കാണുന്ന പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ്. ഗ്രാമത്തലവന്മാർ കാണും, എംപിയും MLAയും ഒക്കെ ഇൻവോൾവ് ആയിരിക്കും. മരമുറി സംഘത്തിന്റെ നേതാവ് കാണും, അവിടുത്തെ എല്ലാ പാർട്ടിയിലെ നേതാക്കൾ കാണും. ഇനി മറ്റ് ഗുണ്ടാ തലവന്മാർ കാണും, ഗുണ്ടാ സംഘങ്ങളിലെ പ്രധാനികൾ കാണും, പോലീസുകാരുടെ സംഘത്തിലെ കാണും, എക്സൈസ്, ഫോറസ്റ്റ്, അങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റായിട്ട് തന്നെ മാത്രമേ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരാൾ ഒറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാമത്തിലുള്ള ഒരു നാട്ടുകാരിൽ ഒരാൾ പോലും ആരെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരാരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകെട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാം പൈസ കൊടുത്ത് ഒരു സിൻഡിക്കേറ്റായിട്ട്, പ്രോപ്പറായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് രക്തചന്ദന കൊള്ള എന്നുള്ളത്. അതുകൊണ്ട് തന്നെ MPയും MLAയും മന്ത്രിമാരും, അതായത് ഒന്നും ചെയ്യണ്ടല്ലോ, അവർക്ക് ഒരു ഇടപെടലും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ലോക്കൽ SI, CI എല്ലാവരുടെയും പോക്കറ്റിലേക്ക് വീഴുന്നത് ലക്ഷങ്ങളായിരിക്കും. ഇങ്ങനെയാണ് അപ്പോൾ രക്തചന്ദന കടത്ത് നടത്തപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വിദേശത്ത് നിന്നൊരു ഓർഡർ വന്നു, സപ്ലയറിന്റെ കീഴിൽ വന്നു, തിരിച്ചത് പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിൽ അത് ഈ ഒറ്റ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിലും അവർ നേടുന്ന കമ്മീഷനും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു സിൻഡിക്കേറ്റ് ചേർന്നിട്ടുള്ള അത്രത്തോളം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രം നടത്തപ്പെടുന്ന ഒന്നാണ് ഈ രക്തചന്ദന കടത്തുന്നുള്ളത്. നമ്മൾ പറയും ഇവിടുത്തെ നിയമപരമായിട്ടുള്ള സിസ്റ്റമൊക്കെ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമല്ലേ. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രം നടക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാർ, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഒഫീഷ്യൽസ്, മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, നാട്ടിലെ കൊച്ചു കുഞ്ഞു പോലും ഇതിന് സമ്മതിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ളതാണ് രക്തചന്ദന കടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇവിടെ കാണുന്ന ചിത്രം ഒന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് രക്തചന്ദന കടത്തിൻ്റെ പേരിൽ ആന്ധ്രാപ്രദേശ് പോലീസ് 20 പേരെ നരനായിട്ട് നടത്തിയിട്ടുള്ള ഒരു കഥ ചുരുക്കി ഒന്ന് പറയേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശ് പോലീസ് പറഞ്ഞ കഥ പറയാം, ഇത് കള്ളക്കഥയെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് വർഷം 2015 ഏപ്രിൽ 7-ാം തീയതി അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാണ്. ഈ ആന്ധ്രാപ്രദേശ് പോലീസിന്റെ രക്തചന്ദന കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള ഒരു വിങ് ഉണ്ട്, റെഡ് സാൻഡേഴ്സ് ആന്റി സ്മഗ്ലിംഗ് ടാസ്ക് ഫോഴ്സ് എന്നാണ് അതിന്റെ പേര്. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, കുറെ പേര് ചേർന്ന് കാട്ടിൽ രക്തചന്ദനം മുറിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവര് അരിവാളും കോടാലിയും മറ്റ് കമ്പും കോലൊക്കെ ആയിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണ്. അങ്ങനെ അവിടെ ഒരു ഏറ്റുമുട്ടൽ നടത്തേണ്ടി വരികയാണ്. ആ ഏറ്റുമുട്ടലിൽ 20 പേരായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശേഷാചലം കാടുകളിൽ 2 പ്രദേശത്തായിട്ടായിരുന്നു ആ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് 9 പേരും മറ്റേ സ്ഥലത്ത് 11 പേരുമായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവർ ഞങ്ങളെ ആക്രമിക്കാൻ വന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാതെ സ്വയരക്ഷാർത്ഥം വെടിവെച്ചതെന്നുള്ളതായിരുന്നു ആന്ധ്രാപ്രദേശ് പോലീസിന്റെ വാദം. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള 20 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള മരംവെട്ടുകാരായിരുന്നു. ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള മരംവെട്ടുകാരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാറുണ്ടല്ലേ. അങ്ങനെ ഈ വിഷയം വലിയ വിവാദമാകുകയാണ്. കാരണം മറ്റ് സംസ്ഥാനത്തുള്ള വ്യക്തികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലേ. തമിഴ്നാട് ഗവൺമെന്റ് ഇടപെട്ടു, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കോൺടാക്ട് ചെയ്തു. അങ്ങനെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഇടപെട്ടു, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന് ഒരു വാണിംഗ് കൊടുത്തു, ഇത് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തായാലും ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകാൻ കോടതി ഉത്തരവിട്ടു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നുണ്ട്, ഒരുപാട് NGOs ഒക്കെ ഇടപെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്നാൽ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള 20 പേരിലെ 20 പേരിൽ പലരും അവിടെ മരം വെട്ടാൻ പോയവരല്ല. ഈ ഒരു മരമെട്ടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ബസ്സിൽ വരുന്ന വഴി ആന്ധ്രാപ്രദേശ് പോലീസ് ബസ്സിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കൊന്നു, മനഃപൂർവ്വം കൊന്നതാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു പല വാദങ്ങളായിരുന്നു പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 20 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു മരമെട്ടുകാരുണ്ടായിരുന്നല്ലോ, അവിടുന്ന് രക്ഷപ്പെട്ടവര് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴിയായിരുന്നു. ഒരുപാട് വ്യക്തികളുടെയൊക്കെ മുഖം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരാണ് ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരെ കൊണ്ടുവന്നതാണ്. ചിലവരുടെയൊക്കെ മുഖമൊക്കെ വളരെ വികൃതമായിരുന്നു, ക്രൂരമായിട്ട് മർദ്ദിച്ച ശേഷമാണ് ഇങ്ങനെ ആക്കിയെന്നുള്ളതായിരുന്നു. അതായത് നേരിട്ട് വെടിവെക്കുകയാണെങ്കിൽ ആ ഒരു വെടിവെച്ച പാട് മാത്രമേ കാണത്തുള്ളൂ, വേറെ മുഖത്തിനോ വെടിയേക്കാത്ത ഭാഗത്തിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകണമെന്നില്ലല്ലോ അല്ലേ. അത്രത്തോളം ഡിസ്ഫിഗേർഡ് ആയിരുന്നു, അത്രത്തോളം മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്രൂരമായിട്ട് അവരെ ചതച്ചരച്ച ശേഷം
ഈ ഒരു വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊന്നു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് പോലീസ് എന്നാണ് കൂടെ ഉണ്ടായിരുന്ന മരമെട്ടുകാരും കൊല്ലപ്പെട്ടവരുടെ കുടുംബവും അതുപോലെ തന്നെ മറ്റൊരുപാട് NGOസും ഒക്കെ ഇടപെടുന്നുണ്ട്. ഈ അന്വേഷണത്തിന് പങ്കാളിയായിട്ടുണ്ടായിരുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥ സത്യബ്രത പാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ഒരുപാട് കേസുകൾ, നൂറുകണക്കിന് കേസുകൾ സമാനമായിട്ടുള്ള കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഒരു നരഹത്യയുടെ കേസ് എനിക്ക് അന്വേഷിക്കേണ്ടി വരുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കളികൾ നടന്നിട്ടുണ്ട്. വ്യാജ ഏറ്റുമുട്ടലിലൂടെ 20 പേരെ കൊന്നു എന്നുള്ളതായിരുന്നു എല്ലാവരും ഒരുപോലെ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശ് പോലീസ് ഇതിൻ്റെ കേസ് ഡയറി കോടതിയിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞു ഇത് സത്യമല്ല, ഇതിൽ എന്തൊക്കെയോ കള്ളമുണ്ട്. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ട് ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. മറ്റേ ബാക്കി പോലീസുകാരുടെ കള്ളക്കളിക്കൊന്നും അവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. കാരണം കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ കീഴിൽ രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണല്ലോ SIT എന്നുള്ളത്. SIT കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്തായിരുന്നു? ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് ഉള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് SITയുടെ റിപ്പോർട്ട് ഫോറൻസിക് എവിഡൻസ് ഉണ്ടായിരുന്നു. അതായത് തൊട്ടടുത്ത് നിന്നാണ് വെടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റു ചില കാരണങ്ങളുണ്ട്. ദൂരത്ത് നിന്നല്ല വെടിവെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്ക് മാത്രമായിരുന്നു, ഇതൊരു വ്യാജ ഏറ്റുമുട്ടലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ വിഷയം കത്തിപ്പടരുകയാണ്. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള പനീർസെൽവം നേരിട്ട് ഇടപെടുകയാണ്. കാരണം തമിഴന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലേ. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിനെ വിവരം അറിയിച്ചു. അങ്ങനെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആകെ സമ്മർദ്ദത്തിലായി. ഇതിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരിടത്തും എത്തിയില്ല. ഇത് തന്നെയാണ് സിസ്റ്റത്തിന്റെ വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാർ ആരെങ്കിലും ഉപദ്രവിച്ചാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന കണ്ടിട്ടില്ലേ, ഓരോ ആർമിക്കാരനെ പോലും തല്ലിച്ചതച്ച് അരക്കുകയാണ്. എന്നിട്ട് ആ കേസ് എവിടെയെങ്കിലും എത്തിയോ? ഇല്ല. എത്രത്തോളം പോലീസ് മർദ്ദിക്കുന്ന വീഡിയോസും അതും ഇതൊക്കെ നമ്മൾ വീഡിയോ ഫുട്ടേജ് ആയിട്ട് പുറത്ത് വരുന്ന കണ്ടിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടാവും, അതുകൊണ്ട് അവർ വീണ്ടും സർവീസിൽ കയറുന്നു. അപ്പോൾ ഇവരാരും കുറ്റം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടത്തില്ല, ഇവർക്ക് വേറെ നിയമമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, 20 സാധാരണക്കാരായിട്ടുള്ള മരം വെട്ടുകാരെ, പാവങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. ഇത് തന്നെയാണ് രക്തചന്ദ്രക്കടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു ഘടകം. അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പുവർ. സാധാരണക്കാരനാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. കൊല്ലപ്പെട്ടതാരാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള അന്നത്തെ ദിവസത്തിന് മാത്രം, അതായത് 10 ദിവസം ജോലി ചെയ്താലാണ് ഈ മരം വെട്ടുകാർക്ക് 1000 രൂപ കിട്ടുന്നതല്ലേ. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്ന പാവങ്ങളാണ് ഇരയാക്കപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആരാണ്? ഈ പാവങ്ങളാണ്. സപ്ലയറിനെയൊക്കെ തൊടുന്നുണ്ടോ? ഇല്ല. അതായത് ഇവർക്ക് വളരെ തുച്ഛമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ 1000 രൂപ കേരളത്തിൽ കിട്ടും അല്ലേ. ഇവർ 10-15 ദിവസം പോയിട്ട് ഇവർക്ക് ആകെ കിട്ടുന്നത് തലയ്ക്കൊന്നിന് 1000 രൂപ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സപ്ലയർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെയേറെ ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഇനി സപ്ലയർ നേടുന്നതാകട്ടെ കോടികളല്ലേ, എന്നിട്ട് ഈ പാവങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു ദിവസം 100 രൂപ വെച്ചിട്ട്. എന്തവസ്ഥയാണെന്ന് ആലോചിക്കണേ. കൊല്ലപ്പെടുന്നത് പാവങ്ങൾ, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പാവങ്ങൾ, ഇനി പോലീസും ഫോറസ്റ്റും ഒക്കെ കൊണ്ട് ഇടിച്ചു കൂട്ടുന്നത് പാവങ്ങൾ. കുടുംബത്ത് കയറി ഇറങ്ങുമല്ലേ. അങ്ങനെ കുടുംബം നശിപ്പിക്കുന്നതും ഈ പാവങ്ങളുടെ ക്രൂരമായിട്ടുള്ള നടപടികൾക്കും ചൂഷണത്തിനും ഇരയാകുന്നത് ഈ പാവപ്പെട്ടവർ മാത്രമാണ്. തൊട്ട് മുകളിലുള്ളവരെ ഇവരാരും തൊടത്ത് പോലുമില്ല. എന്തിനു വരെ പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനോ അല്ലെങ്കിൽ ഫോറസ്റ്റിനോ മറ്റു വിഭാഗങ്ങൾക്കോ കൃത്യമായിട്ട് ടാർജറ്റുകളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ആരെങ്കിലും പിടിച്ചു എന്നൊക്കെ വരുത്തി തീർക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ പാവങ്ങൾ ബലിയാടാവും. അത്രത്തോളം ചൂഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുകളിലുള്ള സാധാരണ ഏജന്റ്, ലോക്കൽ ഏജന്റിനെ പോലും ഇവർ പിടിക്കത്തില്ല. കാരണം അവരൊക്കെ ഈ വലിയ നമ്മുടെ സിൻഡിക്കേറ്റിന്റെ ഭാഗമാണല്ലോ. തൊടത്തില്ല. ഈ പാവപ്പെട്ടവനെ കൊണ്ടുപോയി തല്ലിച്ചതച്ചിട്ട് ഞങ്ങൾ വലിയ രക്തചന്ദ്ര കൊള്ളക്കാരെ പിടിച്ചെന്ന് പറയുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. രക്തചന്ദ്ര കൊള്ളക്കാരി, പാവമരം വെട്ടുകാർ, ഏറ്റവും മുകളിലുള്ള സപ്ലയർ പോയിട്ട് ഈ മരമെട്ടുകാർക്ക് തൊട്ട് മുകളിലുള്ള സബ് ഏജന്റിനെ പോലും പിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ടാണ് ഈ വലിയ ഷോ ഓഫ് കാണിക്കുന്നത്. 20 പേരെയൊക്കെ വെടിവെച്ച് കൊന്നിട്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്രയും വലിയ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടി നിൽക്കുന്നത്. എന്നിട്ട് ഈ പാവങ്ങളെ പിടിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യും അല്ലേ. അവിടെ ഫോറസ്റ്റ്, പോലീസ്, പിന്നെ എക്സൈസ് എല്ലാവരും ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ MLA മാരും എല്ലാവരും. എന്നിട്ട് വലിയ കൊള്ളക്കാരായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്, പിടിച്ചേ ഞങ്ങൾ ചന്ദനക്കടത്ത് കൊള്ളക്കാരെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ മുമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ചൂഷണമാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് രക്തചന്ദ്രക്കടത്ത് കൊള്ളയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് പുഷ്പ 2 കാണിക്കുന്നത് റിയൽ ആണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പ്രോപ്പർ സിൻഡിക്കേറ്റിലൂടെ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോ സെക്ഷൻ ഉണ്ടാകും. മരം വെട്ടുകാർ, പാചകക്കാർ, മറ്റ് സുരക്ഷാ ജീവനക്കാർ, അങ്ങനെ പിന്നെ ആ സപ്ലയർ മുതൽ ലോക്കൽ ചെയിൻ വരെ ഉണ്ടാവും. എല്ലാം കൊണ്ടും ഇതൊക്കെ തന്നെയാണ് ഈ രക്തചന്ദ്ര കടത്തിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.